ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു സാരി വെച്ചിട്ട് നമുക്ക് ഒരു ഗൗണും അതേപോലെ തന്നെ ആ ഗൗണിന് ഒരു സെക്കൻഡോട് നമുക്ക് സാരി ആക്കാൻ പറ്റുന്ന ഒരു 30 സെക്കൻഡിൽ സാരി ഉടുക്കാനും പറ്റുന്ന ഒരു ട്രിക്കാണ് കാണിക്കുന്നത്. ഒരു അടിപൊളി സംഭവമാണ്. ഇതായിട്ട് ഫോൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ. അതൊരു പഴയ സാരിയുടെ ഒരു 28 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. സത്യം പറഞ്ഞ ഒരു ജോർജസ് സാരി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനാദ്യം തന്നെ ഒരു ഗൗണ് പോലെ ആക്കിയിട്ടുണ്ട്. അടിയിൽ ഫ്രില്ലുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫ്രില്ല് ഇല്ലാണ്ടും ചെയ്യാം, ഫ്രില്ലിട്ടും ചെയ്യാം. ഒരു എ ലൈൻ ഗൗണ് 55 ഇഞ്ചിൽ ഇൻക്ലൂഡിങ് ഫ്രില്ല്, മുട്ടിൻ്റെ താഴത്തോട്ട് ഫ്രില്ലോട് കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാരിക്ക് മുന്താണി വരുമല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഒരു സൈഡിൽ നമ്മളങ്ങ് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഫുൾ ഇതിലുണ്ട്, കാണണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ട് ഇത് കണ്ടോ, നമുക്കിത് ഈ രീതിയിലും ഇട്ട് ഗൗൺ പോലെ ഇട്ടിട്ട് നമുക്ക് പുറത്തു പോകാം. ഇനി അതെല്ലാം നമുക്കിതൊരു സാരി ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് ശരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിയിൽ ഫ്രില്ല് ഇട്ടാലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് ശേഷം നമുക്കിത് നോക്കിക്കേണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ഇത് കൊടുത്തിട്ട് പുറത്തു പോകാം. ഇതൊരു ജോർജസ് സാരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ലൈനിങ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കണ്ടേ, ഇങ്ങനെ നമുക്ക് കൊത്തി ഒരു പിന്നും കൂടി കുത്തിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സാരിയായി കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈസിയാണ്. നമുക്ക് ആരുടെ സഹായവും വേണ്ട സാരി ഉടുക്കാനായിട്ട്. ഒരു മിനിറ്റിൽ തന്നെ ഇതിനെ നമുക്ക് സാരി ആക്കാം. അതുപോലെ തന്നെ അത് 30 സെക്കൻഡിൽ അത് ഉടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഗൗണാക്കി യൂസും ചെയ്യാം. ഏത് രീതിക്ക് നമുക്കിത് കുട്ടികൾക്കും വലിയവർക്കും ചെയ്യാൻ പറ്റും. നോക്കിക്കേ, കണ്ടോ. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും പറയുമൊന്നുമില്ല, അത് സാരിയല്ല എന്നൊന്നും ആരും പറയില്ല. നോക്കി കണ്ടോ, ഞാൻ അത്യാവശ്യം വണ്ണമുള്ളൊരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഹിപ്പും താഴെ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇത് കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റ് ഫിറ്റായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മെല്ലാണ്, മെലിഞ്ഞർക്കാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ അതേ കണ്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പഴയൊരു സാരിയാണ് എടുത്തിരിക്കുന്നത്. 28ഓളം വർഷം പഴക്കൂടി ഒരു സാരിക്ക്. അങ്ങനെ അലമാറിൽ വെച്ചിരിക്കുന്ന എൻ്റെ അമ്മയുടെ സാരിയാണ് എടുത്തിട്ട് വന്നത്. ഇതുണ്ടോ, ഫോൾസൊക്കെ പാമ തെച്ച് പിടിപ്പിച്ച് ഉള്ള സാരി കേട്ടോ. അപ്പോൾ അതൊക്കെ അതേപോലെ കണ്ടില്ലേ ഉണ്ട്. പിന്നെ സാരി അമ്മ ഇത്തിരി വണ്ണം ഉള്ളതുകൊണ്ട് സാരിക്ക് കുറച്ച് നീളം കൂട്ടാനായിട്ട് എൻ്റെ തുമ്പിൽ ചെറിയൊരു തുണിയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ കട്ടിങ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. ലൈനിങ്ങിൽ ഞാനൊരു സാരി തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെയിം കളറായിട്ടുള്ള ഒരു സാരി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ലൈനിങ്ങിനായിട്ട്. അപ്പോൾ ലൈനിങ്ങിന് കോട്ടൺ എടുത്തിരിക്കുന്നത്. മറ്റേ സാരി ജോർജറ്റിൽ, അതിൽ വരച്ചൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ലൈനിങ് ഇതിനായിട്ട് ലൈനിങ് നമ്മൾ 4 പീസ് നമ്മൾ നാലാക്കി മടക്കി വെച്ച ശേഷം ഷോൾഡർ 6.5, ആം ഹോൾ 6.5, ചെസ്റ്റ് 12, വേസ്റ്റ് 11. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എ ലൈനാണ്. എ ലൈൻ ആകുമ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. മൊത്തം 55 ഇഞ്ചാണ് ലെങ്ത്ത്. 55 ഇഞ്ചിൽ 42 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ട് 42 ഇഞ്ച് നമ്മൾ ഇതിൽ മേൽവശത്തെ പോർഷൻ, അതായത് നമ്മുടെ കാൽമുട്ടിന് താഴെ വരെയുള്ള അതിൻ്റെ ലെങ്ത്ത്, എ ലൈൻ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. ഓക്കെ. 42. ബാക്കി 55 വരാൻ 13 ഇഞ്ച് വരും. പക്ഷെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഒരു 11 ഇഞ്ച് അടിയിൽ പ്ലീറ്റ് ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത്. നേരിട്ടായിട്ടൊരു ഫ്രില്ല് കൊടുത്താൽ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഷോൾഡർ 6.5, ആം ഹോൾ 6.5, പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് 12, തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ്, വേസ്റ്റ് 11. പിന്നെ വേസ്റ്റിൽ നിന്നും നേരെ നമ്മൾ സൈഡിലേക്ക് ചരിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് ഞാൻ പറഞ്ഞത്, 42 ഇഞ്ച്. അതെ, 42 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്ന് നേരെ ചരിച്ചിട്ട് എടുക്കാം. അധികം ഫ്ലെയർ ഇപ്പം തന്നെ അതിൽ കൊടുക്കേണ്ട, ആവശ്യത്തിന് കൊടുത്താൽ മതി. കാരണം അടിയിൽ ഓൾറെഡി ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു ഫ്രില്ല് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാനൊരു 15 ഇഞ്ച് എടുക്കണ്ടേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടൊരു 15 ഇഞ്ചോളം നമുക്ക് കൊടുത്താൽ മതി, കൂടുതൽ കൊടുക്കണ്ട. കാരണം ഇത് മൊട്ട് വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം വേറൊരു തുണി അല്ല ഇതിൽ അറ്റാച്ച് വരുന്നുണ്ട്. ലൈനിങ്ങിന് ഞാൻ ഒരു തുണി വേറെ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്. അതെ, ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. സാധാരണ ഒരു എ ലൈന് ടോപ്പ് കട്ട് ചെയ്തെടുക്കുക. അടിയിൽ ഫ്രില്ല് വരുന്ന ഒരു എ ലൈൻ ടോപ്പ്, അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ എ ലൈൻ ടോപ്പിൽ ഫ്രില്ല് വരുമ്പോൾ നമ്മൾ ഫ്രില്ല് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എ ലൈൻ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ആണ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് മറ്റേ മെയിൻ പീസിൽ സാരിയിൽ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതേ ചരിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. കണ്ടല്ലോ.
ഇതിൽ നെക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്തേക്കാം. 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന് ഞാൻ 6 ഇഞ്ച് ഡെപ്തും ബാക്ക് നെക്കിന് 5.5 ഇഞ്ച് ഡെപ്തും കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിന് ഒരു വി ഷേപ്പ് പോലെയാണ് നെക്ക് കൊടുക്കുന്നത്, ബാക്ക് നെക്കിന് യു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇത് നമ്മൾ ബ്ലൗസ് പോലെ നമുക്ക് കുറച്ചുകൂടി നെക്ക് ഡെപ്തൊക്കെ താഴ്ത്തി അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ വീതി കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കഴുത്തിൻ്റെ വീതി കഴുത്തിൻ്റെ വണ്ണമൊക്കെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2.25 ഇഞ്ച് കഴുത്തെടുത്തതിന് പകരം നിങ്ങളൊരു 3.25 എടുക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ അകലം 3.25 എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എടുപ്പുണ്ടാവും. 6 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കത്തിന് പകരം ഒരു 7 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരുന്നെങ്കിലും നല്ലൊരു ബ്ലൗസ് എഫക്റ്റ് കിട്ടും ഇതിന്. ഓക്കെ, ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എ ലൈൻ ടോപ്പിൻ്റെ 42 ഇഞ്ച് ലെങ്ത്തിൽ സാധാരണ ഒരു എ ലൈൻ ടോപ്പ് കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഫ്രില്ല് വെക്കാനുള്ളത് കട്ട് ചെയ്യണം. ഫ്രില്ല് വെക്കാനായിട്ട് ഈ തുണിയുടെ അടിയിലുള്ള തുണിയില്ല, അത് തന്നെ കട്ട് ചെയ്തെടുക്കുക ഫ്രില്ല് വെക്കാനായിട്ട് കേട്ടോ. മെയിൻ സാരിയിൽ ഇതിൻ്റെ അളവ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കൈക്കുഴിയുടെ അളവ് ഞാനൊന്നും എടുത്തിട്ടുണ്ട്. കൈക്കുഴിയുടെ റൗണ്ട് 11 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് വണ്ണം 15 ഇഞ്ചാണ് എടുക്കേണ്ടത്. ലെങ്ത്ത് ഫ്രില്ല് വെക്കാനായിട്ട് ലെങ്ത്ത് 15 ഇഞ്ച്. ഫ്രില്ലിന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ തുണി വേണം. അറിയാലും നമുക്ക് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. ചുരുക്കം അധികം എനിക്ക് കൊടുക്കാൻ തികയുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ആളായത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് തുണിക്കനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ബ്ലൗസോട് കൂടിയുള്ള സാരി ആണെങ്കിൽ, അതായത് ബ്ലൗസ് പീസോട് കൂടിയുള്ള സാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് തുണി കിട്ടും ഇതിൽ കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് നീളത്തിൽ കുറച്ച് വീതിയിൽ തുണി എടുക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചുരുക്കി വെക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക് അറിയത്തില്ലല്ലോ കേട്ടോ. ഇതേ ഇങ്ങനെ ഇപ്പം ഓൾറെഡി 2 ലെയറാണ് ഇതിലിരിക്കുന്നത്. ഇതേ അപ്പോൾ വീണ്ടും ഒരു 2 ലെയർ കൂടി 4ആക്കി മടക്കിയ തുണിയാണല്ലോ, ഇതേ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഫ്രില്ല് വെക്കാനുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഒറിജിനൽ സാരിയിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഒരുപാട് ഫ്രില്ല് വെക്കാൻ നോക്കേണ്ട. വണ്ണമുള്ളവർക്ക് ചില സമയം ഫ്രില്ലിന് അധികം തികയില്ല, കുറച്ച് തികയത്തുള്ളൂ ഫ്രില്ലിന്. പിന്നെ ബ്ലൗസ് അറ്റാച്ച്, അതായത് ബ്ലൗസ് തുണിയോട് കൂടിയുള്ള സാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രില്ല് ഒരുപാട് തികയും, കാരണം 1 ഇഞ്ചോ 1 മീറ്ററോളം ബ്ലൗസിൻ്റെ തുണിയുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് എടുത്തു വരുമ്പോൾ തികയും ധാരാളം ഇട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം ഇതിൽ ചെയ്യാൻ പോകണം ഫ്രണ്ട്സ്. ഇപ്പം നമുക്ക് ഇതിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് അടിയിൽ ഫോൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ രീതി നോക്കിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ലൈൻ്റെ മെയിനായിട്ട് ആദ്യം നമുക്ക് മുന്താണി കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതായത് നമ്മുടെ നെഞ്ചത്തിടില്ലേ ഷോൾഡറിലിടുന്ന ആ മുന്താണി കട്ട് ചെയ്യാനായിട്ട് 90 അല്ലെങ്കിൽ 92 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഷോൾ പോലെ നമ്മുടെ മുന്താണി ചെസ്റ്റിൻ്റെ അവിടെ ഇടില്ലേ, ആ ഒരു ഇത് മൊത്തത്തിൽ ആ ഒരു ഇടുന്നത് 95 ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു വയറ് വരെ വരും. ഓക്കെ, 95 നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. മുന്താണിയുടെ അടിവശം തൊട്ടിട്ട് 95 ഇഞ്ച് എത്രയാണോ വരുന്നത് അവിടെ 95, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഹൈറ്റ് ഇല്ലെങ്കിൽ 90 എടുത്താൽ മതി കേട്ടോ. 90 അല്ലെങ്കിൽ 88. ഓക്കെ, ഹൈറ്റ് ഇല്ലാത്തവർ അത് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഒരു ഷോളിൻ്റെ ഇതിപ്പോൾ ഒരു 2.25 മീറ്ററോളം നമ്മളെ സാരിയിൽ നിന്ന് ഈ 2.25 മീറ്ററോളം നമുക്കിത് മുന്താണി വശം, അതായത് നമുക്ക് ഷോള് പോലെ ഇടില്ല, അത് ആ ഭാഗം എടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ തയ്ക്കാൻ നേരത്തൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ, അതെ ഇതങ്ങ് മാറ്റി വെച്ചോളൂ. ഇതാണ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചോളൂ, ഒന്നും ചെയ്യേണ്ട. ഇനി ബാക്കിയുള്ള പോർഷൻസിലാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ നമുക്ക് മെയിൻ പീസ് ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ കാര്യം. അളവുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം തയ്ക്കുന്നവർക്ക് അറിയാം, പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ അളവിൽ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ വരച്ചിട്ടേ ഉള്ളൂ, കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഫ്രില്ലിനുള്ള തുണിയും സ്ലീവും കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അതേ ഉള്ളൂ. സ്ലീവ് ഞാൻ ഈ ഒരു തുണ്ടിൽ നിന്ന് കട്ട് ചെയ്യുന്നത് 3/4 സ്ലീവ് എനിക്ക് ഭംഗി ഉണ്ടാവില്ല. ചുരിദാറിന് 3/4 സ്ലീവ് ഭംഗിയാണെങ്കിൽ സാരിക്ക് എനിക്ക് 3/4 സ്ലീവ് ഒരു രീതിയിലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഫോൾസൊക്കെ വരുന്ന ഭാഗമാണ് അടിവശം, കണ്ടോ. അപ്പോൾ ഞാനൊരു 8 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്.
8 ഇഞ്ച് ലെങ്ത്തിൽ നമ്മുടെ കൈക്കുഴിയുടെ വണ്ണം നമ്മൾ ആം ഹോളിൽ നോക്കിയപ്പോൾ 11 ഇഞ്ച് ആണ് കൈക്കുഴി റൗണ്ട് വരുന്നത്. 8 ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് കൊടുക്കണ്ട്. കൈയിൻ്റെ റൗണ്ട് 9 ഇഞ്ചും കൊടുക്കണ്ട്. അവിടെ നിന്ന് കൈക്കുഴിയുടെ റൗണ്ട് 11 ഇഞ്ച്. ഇനി സ്ലീവിൻ്റെ റൗണ്ട് 9 ഇഞ്ച്. സ്ലീവിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച്. നിങ്ങൾക്ക് അതിലും ചിലവരതിലും കുറച്ചിടാം, 5 ഇഞ്ച് 6 ഇഞ്ച്. ഇനി ഇത് സ്ലീവ്ലെസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഉടുപ്പ് പോലെ മറിച്ചിടാം കേട്ടോ. സ്ലീവ്ലെസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ സ്ലീവ്ലെസ് ഞാൻ ഇടാറില്ല. അപ്പം അങ്ങനെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്ലീവ്ലെസ്സിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ സ്ലീവ്ലെസ്സാണ് ഇടുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ സ്ലീവിൻ്റെ കാര്യമേ വരുന്നില്ല. ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവിൻ്റെ സൈഡും കൂടി ചെയ്ത് മറിച്ചിട്ടാൽ മതി. ദേ അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ എന്താ ബാക്കിയുള്ളത്? അടിയിൽ ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള തുണി അതിലുണ്ട്. അപ്പം നമ്മുടെ ലൈനിങ്ങിൽ ഫ്രില്ല് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിലും ഫ്രില്ല് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടി കാണിച്ച് സ്കിപ്പ് വെറുതെ ഇത് കൂട്ടുന്നില്ല. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ഇനി നെക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യം ബാക്ക് പോർഷനെ കട്ട് ചെയ്യേണ്ട. അപ്പോൾ ബാക്ക് പോർഷൻ്റെ പീസും നമ്മൾ ഇതിൻ്റെ ലൈനിങ് പീസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ അപ്പോൾ അതങ്ങനെ മാറ്റിക്കോളൂ ബാക്ക് പോർഷൻ. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനുള്ള ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നെക്ക് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. നെക്ക് ഡെപ്ത്ത് 6 ഇഞ്ച് ഒരു വി ഷേപ്പിൽ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് കണ്ടോ. അപ്പോൾ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് അങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് മാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് 5 ഇഞ്ചാണ് ഞാൻ കഴുത്തിൻ്റെ ഡെപ്ത്ത്. പക്ഷേ ഫ്രണ്ട് പീസിന് 6 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് കൂടി നമുക്കതിൽ എക്സ്ട്രാ വരും കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ട. അതിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടി ഡെപ്ത്ത് എടുത്ത് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിൽ നെക്ക് ചെയ്യാന്നുള്ള പരിപാടിയാണ്. നെക്ക് ചെയ്യാനായിട്ട് എളുപ്പ വഴിയുണ്ട്. ലൈനിങ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ്ങും. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ദേ കണ്ടോ, ലൈനിങ്ങിൻ്റെ നല്ല വശവും ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സാരിയുടെ ഒറിജിനൽ പീസ് സാരിയുടെ ആണെങ്കിലും രണ്ടും കൂടി നല്ല വശം ബോഡി പീസ് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരച്ച ശേഷം ഇത് ലൈൻ നെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ഷോൾഡറും കൂട്ടി വെച്ച് നല്ല വശം ചേർത്ത് വെച്ച് രണ്ടിലും ജോയിൻ ചെയ്തെടുക്കുക. അതായത് ലൈനിങ്ങിലും മെയിൻ പീസിലും. ഇപ്പോൾ മെയിൻ പീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻ പീസിൻ്റെ നല്ല വശം മേലെ വെച്ചു. ലൈനിങ് പീസിലും ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശം നമ്മുടെ ഈ തുണിയുടെ നല്ല വശത്ത് ചേർത്ത് വയ്ക്കാം. തുണിയുടെ നല്ല വശത്തേക്ക് ചേർത്ത് വയ്ക്കാം. സാരി കണ്ടോ, ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ഇനി ഒന്നുമില്ല, ആ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഓവൽ ഷേപ്പില്ലേ 4 ഇഞ്ച് തയ്യത്തുമ്പിൽ മൊത്തത്തിലടിക്കാം. ഇനി നിങ്ങൾ സ്ലീവ്ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മറ്റേ ആ കൈക്കുഴിയില്ലേ, കൈക്കുഴിയും 4 ഇഞ്ച് തുമ്പിട്ട് അടിക്കാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പിൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആം ഹോളിലും നിങ്ങൾ സ്ലീവ്ലെസ് ആണെങ്കിൽ അവിടെയും ചുറ്റും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് മറച്ചിടാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴി മടക്കി ഉള്ളിലോട്ട് അടിച്ചാലും മതി, കുഴപ്പമില്ല. ഏത് രീതിയിലും ചെയ്യാം, ഉടുപ്പിന് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. അപ്പോൾ അത് ലൈനിങ് പീസിൽ ഞാൻ ഉള്ളിലോട്ട് മടക്കിയ ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ജോർജറ്റാണ്. കോട്ടൺ ആണെങ്കിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടത് ഇപ്പം നെക്ക് വന്നുകൊണ്ട് അപ്പോൾ ഒന്ന് പതിച്ചടിക്കാം. പതിച്ചടിച്ചപ്പോൾ അത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിലെന്ന് പറയുമ്പോൾ ഇത് വെറും അടിയിൽ ഇതേ ഫോൾസും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. അടി മടക്കി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ. അത് ഞാൻ നേരെ ഇങ്ങനെ വെച്ചിട്ട് അതങ്ങ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടണേ. അതായത് ഫ്രണ്ട് പീസിനെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കുഴിച്ച് വെട്ടി അത് നമുക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ലൈനിങ്ങിൻ്റെ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കണം. മെയിൻ പീസിൻ്റെ അടിയിലും ഫ്രില്ല് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ അടി തിരിച്ചിടുക. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ കൂട്ടി അടിച്ചു കേട്ടോ. ഒരു സൈഡ് മാത്രം കൂട്ടി അടിച്ചിട്ടുണ്ട്. ബോഡി സൈഡ് കൂട്ടി അടിച്ചിട്ട് ഒരു സൈഡ് കൂട്ടി അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പീസായി കിട്ടും, അല്ലെങ്കിൽ 2 പീസായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണ്ടേ. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒരു പീസ് മാത്രം ബോഡി ഒരു സൈഡ് കൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിയിൽ ലൈനിങ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫ്രില്ല് വെക്കാനുള്ള തുണി 2-3 പീസായിട്ടാണ്. അതെല്ലാം യോജിപ്പിച്ചിട്ട്
ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ പ്ലീറ്റ് വെച്ച് കൊടുക്കുക. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചെയ്ത് കൊടുക്കാം. അതെ, ഇങ്ങനെ നമുക്ക് അടിയിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം. ഈ പോർഷൻ നമ്മൾ ഫ്രില്ല് വെക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയം നമുക്ക് നടക്കാനൊക്കെ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ നല്ല ഇത്തിരി ഫ്ലെയർ കൊടുത്തെടുത്താൽ മതി അടിയിൽ കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ടല്ലോ, നോക്കൂ ഫ്രണ്ട്സ്, കണ്ടല്ലോ, ദേ ഫ്രില്ല് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. ദേ ലൈനിങ് പീസിൽ ഫ്രില്ല് കൊടുത്തിരിക്കണുണ്ടോ. ദേ നമ്മൾ ബോഡി ഒരു സൈഡ് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, മറ്റേ സൈഡ് ഓപ്പൺ ആണേ. ഇത് കണ്ടോ, ദേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മെയിൻ പീസിൽ അല്ലേ, മെയിൻ പീസിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ഇത് ഫ്രില്ല് വെച്ച് കൊടുത്തെടുത്തത് കണ്ടോ. മെയിൻ പീസിൽ ഞാൻ ഫ്രില്ല് വെച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഉള്ളിൽ പീസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്, മെയിൻ പീസിലും ഫ്രില്ല് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡ് ബോഡി ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ഒരു സൈഡ് ഓപ്പൺ ആണ് അല്ലേ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മുന്തണിയുടെ ഭാഗം ഇതിലേക്ക് വെക്കണ്ടേ. അപ്പോൾ ചുരിദാറിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് ആയിട്ടാണ് നമുക്കിത് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡറിൽ നിന്നും ടേപ്പ് വെക്കുമ്പോൾ 21 ഇഞ്ച് എവിടെയാണ് വരുന്നത്, 20, 21, 19 എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൽ നിന്നും ഇങ്ങനെ വെക്കുമ്പോൾ 19 ഇഞ്ച് വേണമെങ്കിൽ 19 എടുക്കാം, 20 എടുക്കാം, അല്ലെങ്കിൽ 21 ഇഞ്ച്. അവിടെയാണ് നമുക്ക് അതിൻ്റെ ഉൾവശത്താണ് നമുക്ക് എന്ത് വെക്കേണ്ടത്, ഈ ഒരു നമ്മൾ മുന്താണി കട്ട് ചെയ്തില്ലേ അതിൻ്റെ ഒരു തുമ്പ് വശം വെക്കേണ്ടത്. അത് നമ്മൾ മുണ്ടും വേഷ്ടിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മേൽപോഷം, അതായത് മേൽവശത്തെ ഭാഗം നമ്മൾ കുത്തില്ലേ, അതേപോലെ തന്നെയാണത്. അപ്പം നമുക്കത് ഉൾവശം എടുത്തിട്ട് സെയിം തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് എടുത്തിട്ട് ഉൾവശം എടുക്കണം, കാരണം നമ്മൾ തയ്ക്കുന്നത് ഉൾവശത്തല്ലേ, നല്ല വശത്തല്ലല്ലോ തയ്ക്കുന്നത്. അപ്പോൾ ആ 20, 21 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാരിയുടെ മുന്താണി വശം എടുക്കുക, അതിൻ്റെ ആ തുമ്പ് കണ്ടോ, ഈ തുമ്പ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ സാരി മൊത്തത്തിലെടുത്തിട്ട് തുണിയുടെ നല്ല വശത്തേക്ക് വെക്കുക, ഉൾവശത്തല്ലേ വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ തുറന്നിട്ട് നേരെ അതിൻ്റെ അടിയിലേക്ക് ആക്കുക. എന്നിട്ട് ആ ഒരു മുന്താണിയുടെ ഒരു തുമ്പ് വശം, അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് വരില്ലേ, ആ ഒരു ഭാഗം മാത്രം ആ ഒരു 21 ഇഞ്ചിൻ്റെ ഇവിടെ കണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടിച്ചു പോവുക. സ്ലീവ് തൊട്ട് ബോഡി ക്ലോസ് ചെയ്ത് അടിച്ച് വന്ന് അടിക്കൂടെ ഫ്രില്ലിൻ്റെ ഇവിടെ മൊത്തത്തിൽ തയ്ച്ച് വരിക. അപ്പോൾ അത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ ആ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഞാൻ തയ്ച്ച് എടുത്തിട്ടുണ്ട്. അവിടെ തയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് 2-3 തവണ ഒന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇതിലൊന്നുമില്ല, ഒരു ഏലൈൻ ഗൗണ് അടിയിൽ ഫ്രില്ല് വരുന്നുണ്ട്. ഫ്രില്ലിൻ്റെയൊക്കെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് അതിൽ ചെറുതായിട്ട് നമ്മുടെ മുന്താണി വശവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഷോളായിട്ടും ഉപയോഗിക്കാം. കണ്ടോ, അതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടിയിൽ ഫ്രില്ല് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെയുണ്ട്, ഫുൾ ലെങ്ത്താണ് എനിക്ക് വരുന്നത്. 55 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയുണ്ട്. സ്ലീവ് ഉണ്ട് ഇതിന്. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ മുന്താണി വശം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യം ഇതൊരു ഗൗണായിട്ട് ഇട്ടിട്ട് വരാം. നമുക്കിത് ഒരു ഗൗണായിട്ട് ഇടുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊന്ന് കണ്ടോളൂ, ജസ്റ്റ് ഒന്ന്. ഫസ്റ്റ് ലൈനിങ് ഉണ്ട്, അതുകൊണ്ട് നിഴലടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാണ്ടും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെറ്റിക്കോട്ടും അണ്ടർസ്കേർട്ടും ഇടേണ്ടി വരും. ഹാഫ് ലൈനിങ് കൊടുത്താലും മതി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു ഗൗണാക്കി ഇട്ടു. കണ്ടോ, എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗൗണായിട്ട് നമുക്കിത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ ഗൗണിൻ്റെ ഷോളിന് ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ഷോളിന് എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ നമ്മളത് സാധാരണ മുണ്ടും വേഷ്ടിയിടുന്ന സമയത്തുള്ള പോലെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുത്തി. എന്നിട്ട് നമുക്ക് നോക്കി കൈ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പിന്നങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞതും സാരി റെഡി. അപ്പോൾ അടിപൊളിയല്ലേ? ഇതാകുമ്പോൾ എന്താണെന്നറിയോ, സാരി ഉടുക്കാൻ എളുപ്പം. സാരീനെ ഗൗണാക്കാം, ഗൗണിനെ സാരി ആക്കി കൊടുക്കാം, പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ കൊടുക്കാം. ആരും സഹായം ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് ഇത് സാരി അല്ല എന്നൊന്നും ആരും മനസ്സിലാക്കില്ല. പിന്നെ നമ്മുടെ വയറ് കാണില്ല, നല്ല ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ അടിപൊളി. നമുക്ക് നടക്കാനും ബുദ്ധിമുട്ടില്ല. പിന്നെ അത് ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് തെന്നിപ്പോകുന്നോ കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ് കയറാനൊന്നും ബുദ്ധിമുട്ടില്ല, ഈസിയാണ്. നല്ലൊരു ഫിനിഷിങ്ങോട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാം ഫോട്ടോ നിങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്കിത് വേണം ദൂരെ സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാലും മതി, നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാലും മതി കേട്ടോ. ഫേസ്ബുക്കിലുള്ളവരാണെങ്കിൽ ഇൻബോക്സിലേക്ക് മെസ്സേജ് ഇടണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.